ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിലെ സുധീഷിൻ്റെ നിധിയുടെ ഇന്നത്തെ കഥ കേൾക്കാം. അങ്ങനെ സുഭാഷ് ഏട്ടനും സുധീഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് സുധീഷിനോട് പറയുകയാണ്, എടാ ഇന്ന് നിധി ഇവിടുന്ന് പോവുകയാണെന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, ഞാൻ എന്താ ചേട്ടാ വേണ്ടത്, പോവണ്ട എന്ന് പറഞ്ഞ് അവളുടെ കാല് പിടിക്കാൻ എനിക്ക് കഴിയത്തില്ല. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, ഞാൻ അവളോട് ഇവിടുന്ന് പോകാനും പറഞ്ഞിട്ടില്ല, അവളുടെ കാല് പിടിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ സുധീഷ് പറയുന്നു, ചേട്ടനറിയാമല്ലോ ഞങ്ങൾ തമ്മിൽ എങ്ങനെയുള്ളൊരു കല്യാണമായിരുന്നു എന്നുള്ളത്. പരസ്പരം മനസ്സിലാക്കിയല്ലേ വിവാഹം കഴിക്കേണ്ടത്. നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവളുടെതൊന്നും പറയുന്നില്ല. അവളോടൊന്നും പോകണ്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ. പക്ഷേ അവൾ പോകണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ പുറകെ ഒന്നും പോവില്ല എന്ന് സുഭാഷിനോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നു, എടാ അവളൊരു പാവമല്ലേ എന്ന് പറയുമ്പോൾ സുധീഷിന് ആ സമയത്ത് സുധീഷും നിധിയും തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. ആ സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോഗ്രാഫർ സുധീഷിൻ്റെയും നിധിയുടെയും ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ അതിലേ വരികയാണ്. അങ്ങനെ നമ്മുടെ സുധീഷിൻ്റെ കൂട്ടുകാരൻ കൂടിയാണ് ആ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട്, അതിനകത്ത് ഈ പെൻഡ്രൈവ് സുധീഷിനെ ഏൽപ്പിക്കുന്നു. ഫോട്ടോഗ്രാഫർ കൊണ്ടുവന്ന പെൻഡ്രൈവ് സുധീഷിനെ ഏൽപ്പിക്കുകയാണ്. ഇതിനകത്ത് ഫോട്ടോസും വീഡിയോസും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് സെലക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാനത് ആൽബം സെറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നു. അപ്പോൾ സുധീഷ് ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നു, അവർ തമ്മിൽ ഇനിയൊരു ബന്ധവും ഇല്ലെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവൾ എന്തായാലും ഇവിടുന്ന് പോകും, പിന്നെ എന്തിനാണ് ഈ ആൽബം സെറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് സുഭാഷിൻ്റെ ഒരു നോട്ടം. അങ്ങനെ സുധീഷ് പറയുന്ന പെൻഡ്രൈവ് ചേട്ടൻ്റെ കൊടുത്താൽ മതി, ചേട്ടനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പറയുന്നു. അപ്പം അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നു, ഇതിനകത്ത് ഞങ്ങളെ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അടുത്തിരുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്തുവാടാ ഇത്, ആൽബം സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ നിന്ന് കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നു, അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, എന്ത് ചെയ്യണോ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അകത്തോട്ട് കയറുന്നു. ഫോട്ടോഗ്രാഫർ പെൻഡ്രൈവ് നമ്മുടെ സുധീഷിൻ്റെ കൊടുത്തതാണ്. സുധീഷ് അത് താഴെ ഇട്ടിട്ട് അകത്തോട്ട് കയറിപ്പോവാണ്. സുധീഷിൻ്റെ മനസ്സ് നിറയെ നാളെ നിധി ഇവിടുന്ന് പോവുകയാണ് എന്നുള്ള ഒരു ടെൻഷനാണ്. എങ്ങനെയെങ്കിലും ആ പോക്ക് തടയണം എന്നുള്ള പല പല ചിന്തകളാണ്. ഭയങ്കര വിഷമത്തോടു കൂടിയാണ് സുധീഷ് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാം പറയുന്നുണ്ടെങ്കിലും സുധീഷിന് നിധിയോട് വളരെ സ്നേഹമാണ്. അങ്ങനെ ആ പെൻഡ്രൈവ് താഴെ ഇട്ടിട്ട് സുധീഷ് അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ അകത്തോട്ട് പോയതിന് ശേഷം അന്നത്തെ ദിവസം കഴിയുകയാണ്. പിറ്റേ ദിവസം രാവിലെ നിധി വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വീട്ടിലേക്ക് സുധീഷ് ചെല്ലുകയാണ്. സുധീഷ് ചെന്നിട്ട് കൊള്ളിമ്പല്ലടിക്കുന്നു. അങ്ങനെ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വരുന്നു. വീട്ടുടമസ്ഥൻ ചോദിക്കുന്നു, ആരാണ് അത്? ഇന്നലെ എൻ്റെ പേര് സുധീഷ്, ഇന്നലെ ഇവിടെ ഒരു പെൺകുട്ടി വീട് വാടകയ്ക്കായിട്ട് ചോദിച്ചു വന്നില്ലേ എന്ന് പറഞ്ഞു. അതെ, ആ പെൺകുട്ടിക്ക് വീട് കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പോൾ വീട്ടുടമസ്ഥൻ ചോദിക്കുന്നു, അത് പറയാൻ നിങ്ങളാരാ? ഞാൻ ആ പെൺകുട്ടിയുടെ ഭർത്താവോ എന്ന് പറഞ്ഞിട്ട് വീട്ടുടമസ്ഥൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ സുധീഷ് നിധിയും സുധീഷും തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കുന്നു. വീട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് ടോക്കൺ അഡ്വാൻസ് മേടിച്ചിട്ട് വീട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഉടനെ അയാളെ നമ്മുടെ സുധീഷ് ഭീഷണിപ്പെടുത്തുന്നു. കാരണം മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും നിങ്ങളെ മനസ്സിലാക്കുമെന്ന് പറയുന്നു. അങ്ങനെ അത് കേട്ട് നമ്മുടെ വീട്ടുടമസ്ഥൻ ഭയക്കുകയാണ് നിധീഷിൻ്റെ സംസാരം കേട്ടിട്ട്. അപ്പോൾ സുധീഷ് പറയുകയാണ്, അത് അവൾ ഞങ്ങളുടെ കൂടെ താമസിക്കുമായിരുന്നു, എൻ്റെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവൾ വേറെ വീടെടുത്ത് താമസിക്കുന്നത്, അത് എന്ന് സുധീഷ് പറയുന്നു. അപ്പോൾ വീട്ടുടമസ്ഥൻ പറയുന്നു, ടോക്കൺ അഡ്വാൻസ് മേടിച്ചിട്ട് എനിക്ക് എങ്ങനെ വീട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അത് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, വേറെ 1-2 പേര് വീട് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാനിരുന്ന സമയത്താണ് കുട്ടി അവിടെ വന്നതെന്നും പിന്നെ അവർക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, വേറൊരു വീടെടുത്ത് വാടകയ്ക്ക് മാറി താമസിക്കണമെന്ന് ഫ്രീ ആയിട്ടൊരു ഉപദേശം കൂടി കൊടുത്തോളാൻ നമ്മുടെ സുധീഷ് വീട്ടുടമസ്ഥനോട് പറയുന്നു. അപ്പം നമ്മുടെ വീട്ടുടമസ്ഥൻ സുധീഷിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് വീട്ടുടമസ്ഥനോട് പറയുന്നു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പുറത്തിറങ്ങി ഭാസ്കരനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം, ഞാൻ ഭാസ്കരൻ്റെ മകനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ചെയ്തോണം, നാളെ അവൾ വീട് ചോദിച്ച് വരുമ്പോൾ അവളെ ഇവിടെ പറഞ്ഞു വിട്ടോണം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഒന്നും കൂടി ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ സുധീഷ് തിരിച്ചു പോവുകയാണ്. വീട്ടുടമസ്ഥൻ ആകെ ഒന്ന് ചെറുതായിട്ട് പതറി നിൽക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇനി എനിക്കെന്തെങ്കിലും പോലീസ് കേസെങ്കിലും ആവുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടുടമസ്ഥനും ഒന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, അവളിനി വന്നാലും വീടൊന്നും കൊടുക്കത്തില്ല, അവളെന്നും എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ നിധി തുണിയെല്ലാം രാത്രി നിന്ന് അലക്കുകയാണ്. അപ്പം
സുധീഷ് ചോദിക്കുന്നത് എന്താ രാത്രി അലക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നു. അത് നാളെ രാവിലെ എനിക്ക് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തുണിയെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കി വെക്കുകയാണ്. കുറേ തുണിയെല്ലാം കഴുകിയിട്ട് ബാക്കിയെല്ലാം അടുക്കി നീറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു ഇന്ന് നാളെ തന്നെ പോകണമെന്ന് നിർബന്ധമാണോ നിധി എന്ന് നോക്കിയപ്പോൾ എന്താ സുധീഷ്, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പോകണം, എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, സ്വന്തമായിട്ടൊരു ജോലി, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. നിധി ഇവിടുന്ന് പോയാൽ ഞാനിവിടുന്ന് പോയാൽ എന്താ പ്രശ്നം, അത് നിധി എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു, ഇതൊക്കെ എനിക്കറിയാം നിധീഷേ, പക്ഷേ എനിക്ക് പോയേ പറ്റത്തുള്ളെന്ന് സുധീഷിനോട് നിധി കർശനമായിട്ട് പറയുന്നു. ഞാനിവിടുന്ന് പോയാൽ ഉള്ള പ്രശ്നം എന്ന് നോക്കിയപ്പോൾ എന്ത് പ്രശ്നം, അത് ഞാൻ ഈ താലിമാല തരാതല്ലേ പോയത്. അപ്പോഴത്തേക്ക് താലിമാല, അതെ എനിക്കറിയാം ഇത് സുധീഷിൻ്റെ അമ്മയുടെ താലിമാലയാണെന്നും അത് ഞാൻ ഇപ്പം തരാത്തതിൻ്റെ കാരണം എനിക്ക് ഞാൻ വീട് നോക്കാൻ പോയ സമയത്ത് എനിക്ക് ഹോസ്റ്റലിൽ റൂമൊന്നും അല്ലല്ലോ കിട്ടിയത്, വാടകയ്ക്ക് വീടെടുത്തില്ലേ കിട്ടിയത്. ആ സമയത്ത് വീട്ടുടമസ്ഥൻ എന്നോട് ചോദിച്ചു വിവാഹിതയാണോ എന്ന്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ താലിമാല ഇട്ടേക്കുന്നത്, ഞാൻ ഉടനെ തിരിച്ചു തരാമെന്ന് പറയുന്നു. അതൊന്നും കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞ് നിധി സുധീഷിൻ്റെ അടുത്ത് പറയുന്നു. പിറ്റേ ദിവസം അങ്ങനെ ആ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സുഭാഷേട്ടൻ രാവിലെ കിച്ചണിൽ നിന്ന് ദോശയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ രാവിലെ നിധിയും അങ്ങോട്ട് ചെല്ലുന്നു. കുറച്ച് ദോശയൊക്കെ ചുട്ടിട്ട് ബാക്കി ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നിധി അങ്ങോട്ട് ചെന്ന് ബാക്കി ചുടാൻ നേരത്ത് നമ്മുടെ സുഭാഷേട്ടനൊരു ഫോൺ വരുന്നു. ഫോൺ പോകുന്ന സമയത്ത് ദോശ ചുട്ടെങ്കിലും പക്ഷേ അത്ര നീറ്റാവുന്നില്ല. അങ്ങനെ സുഭാഷേട്ടൻ എന്ന് പറയുന്നത് എന്താ ശരിയായില്ലേ, ഇല്ല സുഭാഷേട്ടാ വീട്ടിൽ ഞാനങ്ങൊന്നും ചെയ്യാറില്ലല്ലോ, എങ്കിലും സുഭാഷേട്ടൻ ഹെൽപ്പ് ചെയ്യാനൊരു സന്തോഷം എന്ന് പറഞ്ഞ് അത് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരെണ്ണം ചുട്ട് മാറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ച് തടവിയിട്ട് വേണം അടുത്തത് ചെയ്യാനെന്ന് സുഭാഷ് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അങ്ങനെ നിധി അതുപോലെ ചെയ്ത് ശരിയാവുന്നു. അതിനുശേഷം നമ്മുടെ നികേഷ് കോളേജിലോട്ട് പോകാനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നു. ഹോൾ ടിക്കറ്റ് മേടിക്കേണ്ട ദിവസമാണ്. അങ്ങനെ ഹരീഷാണ് നമ്മുടെ നികേഷിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ നികേഷ് കോളേജിൽ പോകാനായിട്ട് എല്ലാം റെഡിയായിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഫുഡൊക്കെ എടുത്തു വെക്കുന്നു. നമ്മുടെ സുഭാഷേട്ടൻ ആഹാരമൊക്കെ വിളമ്പുന്ന സമയത്ത് നിധി പറയും എനിക്കിപ്പോൾ വേണ്ട സുഭാഷേട്ട. അങ്ങനെ നികേഷും ഹരീഷും അങ്ങോട്ട് വരികയാണ്. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ എടുത്തു വെച്ചിട്ട് ഹരീഷ് നികേഷിനെ കോളേജിലോട്ട് കൊണ്ടുപോകാനായിട്ട് വരുന്ന സമയത്ത് നികേഷ് എല്ലാവരുടെ അനുഗ്രഹം മേടിക്കുന്നു, സുഭാഷേട്ടൻ അനുഗ്രഹം മേടിക്കുന്നു. അങ്ങനെ നമ്മുടെ നിധിയുടെ കാലുകൾ തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് പറയുന്നു എൻ്റെ അമ്മയും ചേച്ചിയും എല്ലാം എനിക്ക് എൻ്റെ നിധിയേട്ടത്തെയാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നിധിയുടെ കണ്ണ് നിറയുകയാണ്. മുമ്പൊന്നും എനിക്ക് വീട്ടിലോട്ട് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് കോളേജ് വിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. വീട്ടിൽ വന്ന നിധിയേട്ടത്തിയോട് കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് എനിക്ക് നിധിയേട്ടത്തി ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ അമ്മയെ പോലെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും പരസ്പരം ഒരു മനസ്സ് ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നൊരു ഇതാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ നിധിയെ കൂട്ടിക്കൊണ്ട് സുഭാഷ് വാടകയ്ക്കെടുത്ത വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്നത് വരെയാണ് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത റിവ്യൂവുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.